IPL ലേലത്തിന്റെ രണ്ടാം ദിനവും ഓപ്ഷണറായ മല്ലിക സാഗറിന് പിഴവ് സംഭവിച്ചിരിക്കുകയാണ്. ഇതുകാരണം ഒരുപക്ഷെ ഡൽഹി ക്യാപിറ്റൽസ് വാങ്ങേണ്ടിയിരുന്ന താരത്തെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സ്വന്തമാക്കുകയും ചെയ്തു. നേരത്തെ ആദ്യ ദിനം ഇംഗ്ലണ്ട് ക്യാപ്റ്റനും വെടിക്കെട്ട് ബാറ്ററുമായ ജോസ് ബട്ട്ലറുടെ കാര്യത്തിലും മല്ലികയ്ക്ക് അബദ്ധം സംഭവിച്ചിരുന്നു. ലേലത്തിൽ ഗുജറാത്ത് ടൈറ്റൻസും ലക്നൗ സൂപ്പർ ജയൻസും പോരടിക്കവേ താരത്തിന് മല്ലിക 25 ലക്ഷം രൂപ തെറ്റായി അധികം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ രണ്ടാം ദിനം അതിനേക്കാൾ വലിയ പിഴവാണ് മല്ലികയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ലേലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആക്സിലറേറ്റഡ് ഘട്ടത്തിലായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും അബദ്ധമുണ്ടായത്. ഇതുകാരണം അൺക്യാപ്ഡ് ഇന്ത്യൻ താരമായ ഉത്തർപ്രദേശിൻ്റെ സ്വാസ്തിക് ചികാര റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ എത്തുകയും ചെയ്തു. മെഗാ ലേലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സ്വാസ്തിക് ചികാരയുടെ പേര് വിളിക്കപ്പെട്ടപ്പോൾ താൽപ്പര്യം കാണിച്ച ഏക ടീം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായിരുന്നു. 30 ലക്ഷം രൂപയായിരുന്നു അടിസ്ഥാന വില. RCB പാഡിൽ ഉയർത്തിയതോടെ മല്ലിക സാഗർ വളരെ പെട്ടെന്ന് തന്നെ താരത്തെ RCB വാങ്ങിയെന്നു പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് പ്രതിഷേധിക്കുകയായിരുന്നു. തങ്ങളും ചികാരയ്ക്ക് വേണ്ടി താൽപ്പര്യം കാണിച്ചുവെന്നാണ് DC അവകാശപ്പെട്ടത്. ടീം ഉടമയായ കിരൺ ഗാന്ധിയാണ് ലേലത്തിൽ DCക്കായി പാഡിൽ ഉയർത്തിയിരുന്നത്. പക്ഷേ ചികാരയ്ക്കായി അദ്ദേഹം പാഡിൽ ഉയർത്തിയത് മല്ലികയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയി. ചികാരയ്ക്ക് വേണ്ടി തങ്ങളും പാഡിൽ ഉയർത്തിയിരുന്നതായി DC അധികൃതർ പറഞ്ഞതോടെ ലേലം അല്പസമയത്തേക്ക് തടസ്സപ്പെട്ടു. എന്നാൽ താരത്തിനു വേണ്ടി DCയുടെ ഭാഗത്തുനിന്നുണ്ടായ നീക്കം താൻ കണ്ടില്ലെന്നായിരുന്നു മല്ലികയുടെ പ്രതികരണം. ഒടുവിൽ അത് സാരമില്ലെന്നും ചികാരയെ RCB എടുത്തോട്ടെയെന്നും DC അധികൃതർ പറഞ്ഞതോടെ രംഗം ശാന്തമാവുകയും ലേലം പുനരാരംഭിക്കുകയും ചെയ്തു.